ശനിയുടെ ദിശ നടക്കുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ശനി മൂലം ട്രബിളിലാവുന്ന അത് ജാതക രീതിയിൽ ഞാൻ എപ്പോഴും പറയേണ്ടത്, ജാതകം ഒരു മഹാസത്യമാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധാക്കുറവിലൂടെ അത് ഒരുപാട് അപമാനം വലിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ളൊരു കാര്യം ഞാൻ പറയാം. ശനി ദിശ നടക്കുന്നു, അല്ലെങ്കിൽ ജന്മശനി നടക്കുന്നു, ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആ ശനിയുടെ റിലീഫ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല. ഈ വാസ്തുവും കർമ്മയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? വാസ്തു കർമ്മ അതിനുള്ളൊരു ബന്ധം അത് ഒത്തിരി ആൾക്കാരുടെ സംശയമാണ്, ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം, വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം സാറിന് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ടായിരുന്നു. നമ്മുടെ സമയം കുറവായതുകൊണ്ട് നമ്മളത് അവിടെ വെച്ച് നിർത്തി. അതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് സാറ് നമ്മോടൊപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊണ്ടു നിർത്തിയത് ഒരു കർമ്മയിലാണ്. അത് നമ്മൾ അവസാനിപ്പിച്ചില്ല. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? കർമ്മ ഞാനത് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വാസ്തുദോഷങ്ങൾ അത് കർമ്മയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. വടക്ക് കിഴക്കുള്ള വാസ്തുദോഷങ്ങളോ അല്ലെങ്കിൽ വാസ്തു നല്ലതോ അത് നമ്മൾ കുറച്ചു മുമ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ലേ. നിങ്ങളൊരു നല്ലത് ചെയ്താൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലത് കാത്തിരിക്കുന്നു. നിങ്ങളൊരു ദുഷ്ടപ്രവൃത്തി ചെയ്താൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് അതിന് സമാന്തരമായ മറ്റൊരു വിധി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ കർമ്മ എന്നുള്ള രീതികളിൽ നമ്മൾ സംഭവം കർമ്മ തീർക്കാനും ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ പരിഹാരമാണ്. അപ്പം വിശ്വാസ രീതിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഞങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പൊ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാം വിശ്വാസ രീതിയിലാണ്. നിങ്ങൾ ആ അമ്പലങ്ങളിൽ പോകൂ, ഇവിടെ പോകൂ, അവിടെ പോകൂ, ഇത്ര പറ നാഴി അല്ലെങ്കിൽ തുലാഭാരം, അതല്ലെങ്കിൽ വഴിപാടുകൾ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും ന്യൂജൻ സ്റ്റൈലാണല്ലോ നമ്മൾ എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂജൻ വഴിപാട് പറയട്ടെ, താല്പര്യമുള്ളവർക്ക് അത് ചിലപ്പോൾ പരീക്ഷ നോക്കാം. ശനിയുടെ ദിശ നടക്കുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ശനി മൂലം ട്രബിളിലാവുന്ന അത് ജാതക രീതിയിൽ ഞാൻ എപ്പോഴും പറയേണ്ടത്, ജാതകം ഒരു മഹാസത്യമാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധാക്കുറവിലൂടെ അത് ഒരുപാട് അപമാനം വലിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ളൊരു കാര്യം ഞാൻ പറയാം. ശനി ദിശ നടക്കുന്നു, അല്ലെങ്കിൽ ജന്മശനി നടക്കുന്നു, ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആ ശനിയുടെ റിലീഫ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല. ശനിയാണ് ഈ സ്ട്രീറ്റ് വൃത്തിയാക്കുന്ന ആൾക്കാർ, ശനിയാണ് ചെരുപ്പ് തയ്ക്കുന്ന ആൾക്കാർ, ശനിയാണ് ഈ കുഴിക്കുന്ന കുഴിയില്ലേ, ഈ ഓട സ്ട്രീറ്റ് ഇങ്ങനെ കുഴിക്കുന്നത്, ഇതൊക്കെ എല്ലാം ശനിയുടെ കാറ്റഗറിയിൽ വരുന്ന വർക്കാണ്. ഡെയിലി നീഡ്സിന് വേണ്ടി ഡെയിലി ഏറ്റവും താഴ്ന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാം ശനിയുടെ ഇതിൽ വരികയാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, നിങ്ങൾക്കത് ഏത് രീതിയിലൂടെ നിങ്ങൾക്കത് എടുക്കാം. ഞാനിങ്ങനെ വാസ്തു രീതിയിൽ പല ഭാഗങ്ങളിലും പോയി ഇങ്ങനെ വാസ്തു വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ താമസിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു ശനിപ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ വൃത്തിയാക്കുന്ന സെക്ഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഞാൻ വിളിക്കും. സ്വീപ്പേഴ്സ്, റൂം ക്ലീനിങ് ആരെങ്കിലും ഉണ്ടല്ലോ, അവരെ ഞാൻ വിളിക്കും. വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു സംഖ്യ, ഒരു പക്ഷേ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞു സംഖ്യ, അത് ഞാൻ എടുത്ത് ചെരുപ്പായിരുന്നാലും ഷൂ ആയിരുന്നാലും അത് അഴിച്ച് തറയിൽ നിന്നുകൊണ്ട് അവർക്ക് കൊടുത്ത് ബഹുമാനമാർത്ഥം അവരൊന്ന് തൊഴും. സോ ഇതിനുള്ളിൽ നടക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വ്യക്തി എന്നെ നോക്കുകയും അയാൾക്ക് സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടല്ലോ, ഇത് സംഭവിക്കുമ്പോൾ കർമ്മ അധികം വാങ്ങിക്കുന്നു. കാരണം അത് ശനിയാണ്, നിങ്ങൾ കാണപ്പെടുന്ന ശനി അതാണ്. അതായത് ശനിയുടെ അതായത് കർമ്മയായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ശനി എന്ന് നിങ്ങൾ വിശ്വസിച്ച് കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം രീതികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. റോഡിൽ സ്ട്രീറ്റ് തൂത്ത് വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റി വർക്കേഴ്സൊക്കെ ഉണ്ട്. അവരെ കാണുമ്പോൾ അവരുടെ ദയോടൊന്ന് നോക്കുക, അവർക്ക് ഇച്ചിരി ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുക. അവരുടെ മനസ്സിന് സന്തോഷമാകുന്ന ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു ചെറിയൊരു ഇൻട്രാക്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അവരുടെ മനസ്സ് നിങ്ങളിലൂടെ, ഒരു പക്ഷേ അത് ഭക്ഷണപ്പൊതിയായിരിക്കാം, അല്ലെങ്കിൽ 2 വാക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പ് കാശ് കൊടുക്കുകയായിരിക്കും, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 2-3 വട്ടം ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മറ്റൊരു കാലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കും പോലെ ഇരിക്കും. മനുഷ്യർക്ക് തന്നെ നല്ലത് ചെയ്യുന്നതാണ്. നിങ്ങൾ മനുഷ്യർക്ക് നല്ലത് ചെയ്യും. കാരണം ആ ശനി എന്നുള്ളത് നിങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഇത്തരം ആൾക്കാരാണ്. കാരണം അത് ജ്യോതിഷം അറിയാമെന്നുള്ള, അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ കുറിച്ച് അറിയാമെന്നുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ അവരെ പ്രീതിപ്പെടുത്തു. ശനിപ്രീതിക്ക് നിങ്ങൾ ബസ്സും ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ കയറി നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് നിങ്ങൾ പോയി അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കാശ് നഷ്ടപ്പെടുന്നതിനേക്കാൾ വളരെ കുറച്ച് കാശ് ഇത്തരം ആൾക്കാർ കൂടെ, അവരാണ് ശനിയുടെ മറുപുരുഷന്മാർ, പ്രതിരൂപങ്ങൾ. ഈ പ്രതിരൂപങ്ങളായ ദൈവങ്ങളോട് നിങ്ങൾ അനുദപിക്കൂ, സഹതപിക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരം ശനി സംബന്ധമായ രീതിയിൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഒരുപാട് ആൾക്കാർ രാഹു ദിശയെ ഭയക്കാറുണ്ട്. രാഹു എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടമാണ്.
ബാർ, പബ്, വലിയ കാറ്, സകല സംവിധാനങ്ങൾ ആഡംബരമാണ് ഈ രാഹു. അതും ഈ രാഹുകാലം എന്നൊക്കെ പറയുന്നത് ഒന്നാണ്. അപ്പോൾ രാഹു സംബന്ധമായ രീതിയിൽ എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതാണ്. നിങ്ങൾ അനുയോജ്യമായ സ്ഥാപനങ്ങളുടെ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഏറ്റവും താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പറയാൻ പാടണമെന്ന് അറിയത്തില്ല, ന്യൂജൻ ടോക്കാണല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബാറ് പോകുന്നു, ഒരു വലിയൊരു ഡാൻസ് കൾച്ചർ ഷോ, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുകളിൽ അതിനനുബന്ധമായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വർക്കേഴ്സിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അതുമായിട്ട് കണക്ട് ആവാൻ ഇവിടെ കാണുള്ളൂ. ഇവിടെ ഈവൻ അവൻ്റെ കർമ്മപ്രകാരം അവൻ ഇവിടെ ജോലി ചെയ്യുള്ളൂ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അവരുമായിട്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾ കൊടുക്കൂ. രാഹു സംബന്ധമായ ബുദ്ധിമുട്ടുകളോടെ മാറിക്കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇനി സാക്ഷാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ തന്നെ പോകണം എന്ന് നിങ്ങൾ വെക്കുക. അമ്പലത്തിൽ തന്നെ പോകണം എന്ന് വെക്കുക. ഇനി അതൊരു വളരെ പ്രശസ്തമായി മറ്റാരെങ്കിലും ഇത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ എന്താണോ വാസ്തു ഫോൾട്ട്, അതൊരിക്കലും വാസ്തുവിലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഇത് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് അത് സക്സസ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ആഗ്നേയത്തിലാണ് ഫോൾട്ട്, അതിലൂടെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കന്യമൂലയിലാണ് ഫോൾട്ട്, അതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈശാന്യത്തിലാണ് ഫോൾട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വായുവത്തിലാണ് ഫോൾട്ട്, നിങ്ങളുടെ വീട്ടിൽ ഏത് പൊസിഷനാണോ ഫോൾട്ട്, ആ പൊസിഷൻ ഫോൾട്ടുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങളെല്ലാം വാസ്തുരീതിയിൽ വന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് വാസ്തു ദോഷമാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ ഫോൾട്ട് അതേപോലുള്ള മറ്റെന്തെങ്കിലും അമ്പലങ്ങളുണ്ടായിരിക്കും. അവിടെ പോയി ഒന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒരു പൂജാരി ഉണ്ടാവും. അയാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണ രീതിനെ കൊടുക്കുക. അയാളത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങും. അതിനോടൊപ്പം നിങ്ങളുടെ കർമാസം ഏറ്റുവാങ്ങുന്നു എന്നാണ് അർത്ഥം. സെയിം ഫോൾട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ കൗതുകം പോലെ തോന്നും. കാരണം ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള പരീക്ഷണമാണിതെല്ലാം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഒരു ടീമിന്റെ പരീക്ഷണമാണിതെല്ലാം. ഞാനും ഇതുപോലെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലത്തിലെ പൂജാരി, ഈ ബ്രാഹ്മണ പൂജാരികൾക്ക് നമ്മൾ കയ്യിലൊരു രൂപയാണെങ്കിൽ ഇടുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. നമ്മൾ ഈ വഞ്ചി കൊണ്ടിടുന്നതിലും വലിയ പുണ്യം അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുക, ആ പൂജാരിയുടെ കൈ കൊടുക്കുക. ആ മനസ്സ് ഇപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനൊന്ന് മൂകാംബിയിൽ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ക്ലൈൻറ്റ് വളരെ കൃത്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പം ഈ സംവിധാനത്തിൽ എനിക്ക് അവിടെ ഒരു ആളുമായിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം മറ്റൊരു വസന്തമായ ഒരു കാലം എൻ്റെ മുമ്പിൽ തുറന്നു. മനസ്സിലല്ലേ? അപ്പം ഇതെല്ലാം ഞാൻ ഇമ്മീഡിയറ്റ്ലി അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അവിടെ പോയി ഭഗവാനെ കാണുക, പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾ ദക്ഷിണ കൊടുക്കുക ഒക്കെ എല്ലാം അതിൻ്റെ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് കർമ്മ രീതികൾ നിങ്ങൾ ആ പൂജാരിയെ വിഷമിപ്പിക്കാതെ നിങ്ങൾ എന്തെങ്കിലും മനസ്സ് വെച്ച് അറപ്പില്ലാതെ കൊടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതിനോടൊപ്പം നിങ്ങളുടെ കർമ്മയെ അദ്ദേഹം ഏറ്റുവാങ്ങണം. കാരണം അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൂർവ്വജന്മത്തിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പൂർവ്വജന്മം വിശ്വസിക്കാൻ പല ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവ്വജന്മ കണക്കുകൾ പ്രകാരം മറുപിറവി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മറുപിറവി അത്. അപ്പോൾ അത് വിധിക്കപ്പെട്ട ആള് ആ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിങ്ങൾ കണ്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് ചെയ്യൂ, നല്ല മാറ്റങ്ങളുണ്ടാവും. പക്ഷേ സെയിം വാസ്തു ഫോൾട്ടുള്ള അമ്പലത്തിലോട്ട് നിങ്ങൾ പോയെന്ന് നോക്കുക. ഒരു പരീക്ഷണമാണ് ഞാൻ ഈ പറയുന്ന, ഒന്നും ആർക്കും ഒരു നഷ്ടമില്ലാത്ത കാര്യം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള അമ്പലങ്ങൾ എങ്ങനെ? അതിന് വലിയ ലിസ്റ്റ് ഉണ്ട്, ഞാൻ പറയാം. കാരണം അത് പറയുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റൊരു വിഷമമുണ്ട്. ആ അമ്പലങ്ങളിൽ വാസ്തുദോഷം ഉണ്ടെന്ന് എനിക്ക് പറയേണ്ട നിർബന്ധം വരുന്നു. അതിലൂടെ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു. മനസ്സിലായി? അത് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അങ്ങനെ ഒരിക്കലും അത് അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായില്ല? ഒരു പൊതുമാധ്യമത്തിൽ അത് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അമ്പലങ്ങളുടെ ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വിഷമിക്കേണ്ട. പക്ഷെ അത് ഒരിക്കലും പൊതുമാധ്യമത്തിലൂടെ പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം കർമ്മ എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ വലിയൊരു ചർച്ച നടത്തി. അപ്പോൾ ഈ വാസ്തുവും കർമ്മയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? വാസ്തു കർമ്മ അതിനുള്ളൊരു ബന്ധം അത് ഒത്തിരി ആൾക്കാരുടെ സംശയമാണ്, ഞാൻ പറയാം. ഒരു കർമ്മയാണ് അത് വാസ്തുവായി പ്രതിഫലിക്കുന്നത്. ആ കർമ്മ കാത്തിരിക്കുന്നത് ആ മനുഷ്യൻ്റെ ദിശയെ ബന്ധപ്പെടുത്തി. ശനിദിശയുണ്ടാവും, ചൊവ്വ ദിശയുണ്ടാവും, രാഹു ദിശയുണ്ടാവും, കേതു ദിശയുണ്ടാവും, ചന്ദ്രദിശയുണ്ടാവും, ബുധൻ ദിശയുണ്ടാവും. ഇങ്ങനെ പലതരം ദിശകൾ നടക്കുന്നത് ഒരു വാസ്തു അതിൻ്റെ മുഴുവൻ പ്രഹരവും അല്ലെങ്കിൽ മുഴുവൻ സമൃദ്ധിയും ഈ ദിശ അനുസരിച്ചാണ് നമുക്ക് പകർന്നു കിട്ടുക എന്നുള്ളത് ഒരു ബേസ് പാഠമാണ്. ഒരു പക്ഷേ വാസ്തു ജ്യോതിഷമായിട്ട് കൊണ്ടുവരികയല്ല, ഗ്രഹങ്ങളും വാസ്തുവായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ ഗ്രഹങ്ങളും വാസ്തുവായിട്ട് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എനർജിയാണ് ഇതെല്ലാം. കാരണം വീടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ ഭൂമി ചുറ്റുമ്പോൾ നമ്മളോടൊപ്പം ഭൂമിയോടൊപ്പം വീടും നമ്മളൊക്കെ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ സ്പർശിക്കുന്ന ഗ്രഹങ്ങളുണ്ട് ഓരോ കാലയളവിലും. അതിനെയാണ് ദശാഭുക്തി അന്തരംഗം എന്ന് ഞങ്ങൾ തമിഴിൽ പറയുന്നത്. അപ്പോൾ
അങ്ങനെ എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാസ്തു പ്രഹരം, ഒരു പക്ഷേ വാസ്തു ദോഷമുള്ള വീട്ടിൽ പോലും വളരെ സമർത്ഥമായ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. പക്ഷേ 12 വർഷം താണ്ടില്ല. അതിനു മുമ്പ് ആ ദിശയിൽ ഏതെങ്കിലും ഒരു വ്യവഹാരം, ബുദ്ധി എന്തെങ്കിലും ഒന്ന് ചേഞ്ചായി ഈ വാസ്തു പരിഹരിക്കും. ആ ദിശ മാറിക്കഴിഞ്ഞാൽ തന്നെ വാസ്തുവിന്റെ മുഴുവൻ പ്രഹരവും ഏൽക്കേണ്ടി വരും എന്നുള്ള ചില സത്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ 2 തരം ആൾക്കാരാണ്. ഒന്ന് കർമ്മം തൊലച്ച് പോകാൻ വരുന്നവരും ധർമ്മം തൊലച്ച് പോകാൻ വരുന്നവരും. ഇപ്പൊ പൗരോഹിത്യത്തിലോട്ട് പോകുന്നത് കർമ്മ തൊലച്ച് പോകാനുള്ളവരാണ്. വിവാഹ ബന്ധത്തിലോട്ട് വരുന്നത് ധർമ്മം തൊലച്ച് മുക്തിയിലോട്ട് പോകാനുള്ളതാണ്. നമ്മൾ ആ സബ്ജക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ കർമ്മം തൊലച്ച് പോകാനുള്ളൊരു പൗരോഹിത്യവും ധർമ്മം തൊലച്ച് പോകാനുള്ളൊരു വിവാഹത്തിലോട്ടും വരുന്നു എന്ന് സങ്കല്പിക്കുക. ഇത് രണ്ടും ചിലപ്പോഴൊക്കെ മാറിപ്പോവാറുണ്ട്. ധർമ്മം തൊലച്ച് പോകാനുള്ള വിവാഹ രീതിയിൽ പോയി ജീവിച്ച് തൊലയ്ക്കാനുള്ള ആൾക്കാർ അബദ്ധത്തിൽ പോയി പൗരോഹിത്യത്തിലോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനും കേസൊക്കെ ആവുന്ന ഏതാ അവിടെ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ. കർമ്മം തൊലിച്ച് പോകാനുള്ളവർ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ മാറി മറ്റൊരു രീതികളിൽ അവർ വിവാഹിതരാകുമ്പോഴാണ് കുറച്ച് കാലം കഴിയുമ്പോൾ അവർ കുടുംബവും ഇതുമായിട്ടൊക്കെ വലിയൊരു അകൽച്ച വന്ന് അവർ മറ്റൊരു ഡിവോഷണൽ സംവിധാനങ്ങളിലോട്ട് പോകുന്നു. ഡിവോഴ്സായി അല്ലെങ്കിൽ സ്പിരിച്വൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവോഷണൽ ആ രീതിയിലൊക്കെ പോയി അവർ യാത്രകൾ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. വീടുമായിട്ടൊരു ബന്ധമില്ലാതെ എപ്പോഴും അവർ മറ്റു യോഗിയാകാൻ പോകുന്നു, ഞാൻ ധാനിയാകാൻ പോകുന്നു, ഞാൻ സന്യാസിയാകാൻ പോകുന്നു. ഇത് അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ രണ്ടും മാറിപ്പോകുന്നതിൻ്റെ കുഴപ്പമാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇത് കർമാസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം ഒത്തിരി ഉണ്ട്. ആ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പല മഹാന്മാരും ഇത് വളരെ സത്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ വളരെ പ്രിയപ്പെട്ട ചില നിരീശ്വരവാദികളും യുക്തിവാദികളും ചേർത്തേ ഞാൻ സഞ്ചരിക്കാറുള്ളൂ. കാരണം അവരുടെ പല അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവർ എല്ലാം തെറ്റെന്ന് പറയുമ്പോൾ അതിൽ ചിലത് ശരിയെന്ന് പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഈ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ അതിമനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ് കർമ്മ മറുജന്മം. ഇപ്പോൾ മറ്റു മതങ്ങളിൽ മനുഷ്യൻ ജനിച്ച് മരിച്ചതിന് ശേഷം ദൈവത്തിനോട് പോയി സമർപ്പിതനാവുന്നു. അതിനുശേഷം അവനോട് പാലും തേനും ഒഴുകുന്ന മറ്റൊരു ഭൂമി വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ സനാതനത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ രീതികളിൽ മറുജന്മത്തിനെ കുറിച്ചും പറയുന്നു. അപ്പോൾ ആ മറുജന്മം എന്ന് പറയുമ്പോൾ പൂവായും പുഴുവായും പക്ഷിയായും പലതുമായും നമുക്കിവിടെ ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നെന്ന് അതിന് ഹൈന്ദവ മതം സൂചിപ്പിക്കുമ്പോൾ ആ മതം തന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ അതിനെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതൊന്നും ബാധകമല്ല. അതിന് സയന്റിഫിക്കലായിട്ട് നമ്മളെ വെളിപ്പെടുത്താൻ പറയും. അവർക്ക് ജസ്റ്റ് ചോദിച്ചാൽ മതി. വർഷങ്ങളായിട്ട് പട്ടിണി കിടന്ന് പഠിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ എക്സ്പീരിയൻസ്. ഇത് വലിയൊരു അധ്വാനമാണ്. പക്ഷെ അവർക്ക് നിസ്സാരം ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കാതെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ സർവ്വ സ്വാതന്ത്ര്യത്തിനെയും മുറിവേൽപ്പിക്കാതെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. വിശ്വസിക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ന് ഗൂഗിൾ എല്ലാം അവൈലബിൾ ആണ് എല്ലാ രീതികളിലും. വിശ്വാസികൾക്കും ഫലപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് കുറച്ചുകൂടെ പഠിക്കുക. പഠിച്ചിട്ട് അത് വിശ്വസനീയമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഫോൺ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ചില സിമിലാരിറ്റി കിട്ടുന്നു എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം. വളരെ ആരോഗ്യപരമായ ചർച്ചയിൽ എനിക്ക് തയ്യാറാണ്. എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നെ ഒരുപാട് സംസാരിക്കുന്നതാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അറിവുകൾ എനിക്ക് പകർന്നു തരികയും എൻ്റെ കുറവുകൾ അവരിൽ നികഴ്ത്തപ്പെടുകയും ചെയ്യാൻ സാധിക്കും. അല്ലേ? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നല്ല ചോദ്യങ്ങളായിരുന്നു ഇന്ന് നമ്മളുടെ ചർച്ചാ വിഷയം. ഇതുപോലെ നിങ്ങൾക്കുമുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.